മഴതോരും മുമ്പേടെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഇന്ന് പറയുന്നത്. അങ്ങനെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന രോഹിത് ഉറക്കമില്ലാത്ത രാത്രി കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ തന്നെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ഒന്നും അറിയാത്തതുപോലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ മുഖമൊന്നുയർത്തി രോഹിത്തിൻ്റെ നേർക്ക് നോക്കി. രോഹിത്തിൻ്റെ കണ്ണുകളാകെ കലങ്ങിയിരിപ്പുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ചോദിച്ചു, എന്താ രോഹിത്തെ, നീ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ലേ? നിന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? നീ ഒത്തിരി കരഞ്ഞോ? കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ. എന്താടാ, അച്ഛൻ പറഞ്ഞതല്ലേ, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. നീ സത്യം തിരിച്ചറിയണം. ഒരച്ഛൻ്റെ മുമ്പിൽ മകൻ അച്ഛനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അച്ഛൻ തെറ്റുകാരനാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ലേ ഞാൻ നിന്നോട് ഈ സത്യങ്ങൾ തുറന്നു പറഞ്ഞത്. അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ മുമ്പിൽ എനിക്ക് തല കുനിച്ച് നടക്കാനല്ലേ കഴിയുള്ളൂ. ഒരു കുറ്റവാളിയെ പോലെ അല്ലേ നീ എന്നെ കാണുകയുള്ളൂ. അത് എനിക്കൊരിക്കലും സഹിക്കില്ല മോനെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അച്ഛാ, അതൊക്കെ ശരിയാണ് അച്ഛാ, പക്ഷേ എനിക്കൊട്ടും അതെനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അലീന ചേച്ചിയോട് ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ദൈവമേ, എന്നോട് ദൈവം പോലും പൊറുക്കില്ല എന്ന് തോന്നുന്നു അച്ഛാ എന്ന് പറഞ്ഞ് രോഹിത് അവിടെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോനെ ഇത്, നിൻ്റെ അമ്മയും സഹോദരിമാരൊക്കെ വീട്ടിലില്ലേ? അപ്പോൾ നീ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്ന കാണുമ്പോൾ അവരത് ശ്രദ്ധിക്കില്ലേ? അതിൻ്റെ കാര്യം തിരക്കില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് മോന് കരയാതിരിക്കുക. പെട്ടെന്ന് അവൻ തലയുയർത്തി കണ്ണുകളൊക്കെ തുടച്ച് ഓടി റൂമിലേക്ക് പോയി. അവൻ അവിടെ ചെന്ന് നോക്കുന്നുണ്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ആരും കാണുന്നില്ല എന്നറിഞ്ഞപ്പോൾ വീണ്ടും അവൻ പൊട്ടി പൊട്ടി റൂമിനകത്തിരുന്ന് കരയുന്നുണ്ട്. അതിനുശേഷം രോഹിത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്ന് കലങ്ങിയ കണ്ണുകളോടുകൂടി ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, എന്താ മോനെ, നീ വീണ്ടും വന്നോ? അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ, വളച്ചു കെട്ടില്ലാതെ കാര്യം പറയാം. എനിക്ക് അലീന ചേച്ചിയെ ഒന്ന് കാണണം അച്ഛാ. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എനിക്ക് അലീന ചേച്ചിയോട് പറഞ്ഞ് മാപ്പ് പറയണം അച്ഛാ. എടാ, അവൾ അതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. നിനക്കറിയില്ലേടാ അവളുടെ സ്വഭാവം. അവൾക്ക് നിന്നോട് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ അവൾ ഇത്രയധികം സംരക്ഷിക്കുമായിരുന്നോ? അന്ന് നിന്റെ കള്ളക്കേസിൽ കുടുക്കിയ സമയത്ത് അവൾ ഇടപെടുമായിരുന്നോ നിന്നെ രക്ഷിക്കാൻ? ഇല്ലല്ലോ. അവളുടെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല. നീ അവളുടെ മനസ്സിൽ അവളുടെ സ്വന്തം അനിയനാണ്, അവളുടെ അമ്മ പ്രസവിച്ച കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും വരുന്ന രീതിയിൽ അവൾ ഒരു കാര്യവും ചെയ്യില്ലടാ. അച്ഛാ, എനിക്കറിയാം അച്ഛാ, പക്ഷേ അന്നൊന്നും എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഞാൻ അലീന ചേച്ചിയെ സ്നേഹിച്ചത്. അന്ന് എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു വീട്ടുവേലക്കാരിയോട് തോന്നിയ ഒരു സ്നേഹം, അതൊരു സഹോദരിയോടുള്ള സ്നേഹമായി മാറി. അല്ലാതെ സ്വന്തം ചോരയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ അച്ഛാ. ഇതിപ്പോൾ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ. എനിക്ക് അലീന ചേച്ചിയെ ഒന്ന് കാണണം അച്ഛാ. എന്നെ ഒന്ന് അലീന ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോനെ, നിൻ്റെ വിഷമം അച്ഛന് മനസ്സിലാവുന്നുണ്ടടാ. പക്ഷേ ഇന്ന് അച്ഛന് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ട്, കുറേയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഇതിൻ്റെ പുറകെ നടന്നതുകൊണ്ട് അച്ഛൻ ഓഫീസിൽ നേരാവണ്ണം പോയിട്ട് പോലുമില്ല. അലീന പോയതുകൊണ്ട് നിന്നെ പോലെ തന്നെയല്ലേ എനിക്ക് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. ഒരു ഊർജം നഷ്ടപ്പെട്ടതുപോലെ, ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നതുപോലെ അവൾ എൻ്റെ എല്ലാമായിരുന്നടാ. അതുകൊണ്ട് എനിക്കെന്തോ ഓഫീസിലോട്ട് തിരിഞ്ഞു നോക്കാനേ തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്ന് അച്ഛൻ ഓഫീസിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞ് നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ, അതുപോരെ? മതി അച്ഛാ, നാളെ പോവാം. അച്ഛൻ്റെ തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ, എന്നിട്ട് നമുക്ക് നാളെ പോയാൽ മതി. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് രോഹിത് റെഡിയായി വന്ന് നിൽപ്പുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, എന്താടാ ഇത്, നേരം വെളുക്കണ്ടേ നിൻ്റെ ചേച്ചിയെ കാണാൻ പോവാൻ? ഒന്ന് റെഡിയാവട്ടെ. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? അച്ഛന് റെഡിയാവണ്ടേ? അച്ഛൻ റെഡിയായിക്കോ. എനിക്ക് അലീന ചേച്ചിയെ കാണാൻ പോകാനുള്ള വെപ്രാളത്തിൽ ഇന്നലെ എനിക്ക് ഉറക്കം വന്നില്ല അച്ഛാ. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചു, അത്ര തന്നെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വെളുപ്പാം രാവിലെ തന്നെ കുളത്തൂപ്പുഴയിലേക്ക് യാത്ര തിരിച്ചു. കാറിലിരുന്നും ഒരുപാട് സമയം രോഹിത് മൗനമായിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്തെല്ലാം ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പതിയെ കർച്ചീഫ് വെച്ചിട്ട് അവൻ കണ്ണ് തുടയ്ക്കുന്നുണ്ടായിരുന്നു. എന്താടാ, സങ്കടം ഇതുവരെ മാറിയില്ലേ? ഞാൻ കാണിച്ചത് അബദ്ധമായെന്ന് എനിക്ക് തോന്നുന്നു. നീ ഒരു കുഞ്ഞു കുട്ടിയല്ല, ഒരു പുരുഷനായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അച്ഛൻ നിന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അച്ഛൻ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് അച്ഛൻ മരിക്കുന്ന സമയത്ത് നീ അച്ഛനെ വെറുപ്പോടെ കാണാൻ പാടില്ല. നിൻ്റെ മനസ്സിൽ അച്ഛൻ്റെ ചിത്രം പണ്ടെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം എപ്പോഴും. എൻ്റെ മക്കൾ എന്നെ ഒരിക്കലും വെറുക്കരുത്.
ആ ഒരൊറ്റ കാര്യം ഉള്ളത് കൊണ്ടാണ് നിന്നോട് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞത്. നിനക്കതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അച്ഛ, അതൊക്കെ ശരിയാണ് അച്ഛാ. പക്ഷെ എനിക്ക് അലീന ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ. എത്ര പ്രാവശ്യം ഞാൻ അതൊക്കെ അടക്കി വെക്കാൻ ശ്രമിച്ചാലും അലീന ചേച്ചിയോട് ഞാൻ ചെയ്ത ദ്രോഹങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്കത് ചിന്തിക്കൂടെ വയ്യച്ച. അലീന ചേച്ചിയുടെ മുന്നിൽ ഞാൻ ഇനി ഇതെല്ലാം അറിഞ്ഞിട്ട് ചെന്ന് നിൽക്കുന്ന നിമിഷം എനിക്കറിയില്ല ഞാൻ അവിടെ തന്നെ തീരുമോ എന്ന്. അത്രയ്ക്ക് വേദനയുണ്ട് അച്ഛ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛന് മുന്നോട് എപ്പോഴെങ്കിലും എന്നോട് ഈ കാര്യം ഒന്ന് പറയാമായിരുന്നു. അന്ന് അലീന ചേച്ചിയോട് ഞാൻ ആ മോശം ചെയ്ത സമയത്തെങ്കിലും അച്ഛൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാമായിരുന്നു അച്ഛ. അപ്പോഴൊന്നും അച്ഛൻ പറഞ്ഞില്ല. എടാ മോനെ, അത് കഴിഞ്ഞിട്ടാ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. ആയിക്കോട്ടെ, പക്ഷെ അവസാനം ഞാൻ ആ പീഡന കേസിൽ ജയിലിലായപ്പോൾ അലീന ചേച്ചി എന്തുകൊണ്ടാണ് എന്നെ രക്ഷിച്ചതെന്നെങ്കിലും അച്ഛൻ എന്നോട് ഒരൊറ്റ വാക്കെങ്കിലും പറയാമായിരുന്നു. എടാ, അത് അലീനയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. മറ്റാരെയും അറിയിക്കേണ്ട എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഇതിപ്പോൾ തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞത്. ഇനി എനിക്കറിയില്ല നിന്നോട് ഈ കാര്യം പറഞ്ഞു എന്നറിഞ്ഞാൽ അലീന ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന്. എന്തായാലും നമുക്കങ്ങ് ചെന്നിട്ട് സംസാരിക്കാൻ ബാക്കി. അങ്ങനെ അവർ ഒരുപാട് നീണ്ട യാത്രയ്ക്ക് ശേഷം കുളത്തൂപ്പുഴയിലെ വീട്ടിലേക്ക് എത്തുകയാണ്. ബാലചന്ദ്രൻ്റെ കാറ് കണ്ട ഉടനെ തന്നെ ആൻ്റണി ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട്. അലീന എന്തൊക്കെയോ കിച്ചണിൽ തകൃതിയായിട്ടുള്ള പണി നടത്തുന്നുണ്ട്. ഉച്ചഭക്ഷണം തയ്യാറാക്കാനുള്ള തിരക്കിലാണ്. ഔതുകുട്ടിച്ചായൻ മുറ്റത്തെ ചെടികളെല്ലാം നനയ്ക്കുകയാണ്. ഔതുകുട്ടിച്ചായൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാരാപ്പ ഈ സമയത്ത്? ഇതാ ബാലചന്ദ്രൻ്റെ വണ്ടിയാണല്ലോ. ഇയാളൊരു 2-3 ദിവസമല്ലേ ആയോളൂ ഇങ്ങ് വന്നു പോയിട്ട്. എന്തിനാവോ വീണ്ടും വന്നത്? ഇതിപ്പോൾ ലാലിച്ചന് പിടിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ വന്ന് അലീനയെ കാണുന്നത് ലാലിച്ചിന് ഇഷ്ടമേ അല്ല. എന്തായാലും രണ്ടാനച്ഛനല്ലേ, എന്തിനാ അയാൾ ഇങ്ങോട്ടേക്ക് വന്നത്? ലാലിച്ചൻ എസ്റ്റേറ്റിൽ പോയിട്ട് വരാനുള്ള സമയമായി. ഇനി ഇയാളെ കൂടെ കണ്ടാൽ ലാലിച്ചൻ്റെ സ്വഭാവം ആകെ മാറും. അല്ലെങ്കിലേ ലാലിച്ചൻ എസ്റ്റേറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടേ വരുള്ളൂ. അന്ന് മുഴുവനും ലാലിച്ചൻ മദ്യപാനമായിരിക്കും, എല്ലാവരോടും ദേഷ്യമായിരിക്കും. ഇതിപ്പോൾ ഇയാളെ കൂടെ കണ്ടാൽ ആകെ ലാലിച്ചൻ്റെ മൂഡ് മൊത്തം പോവും. വണ്ടിയുടെ സൗണ്ട് കേട്ടതും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അലീന പെട്ടെന്ന് ഉമ്മറത്തേക്ക് വരുന്നുണ്ട്. നോക്കിയപ്പോൾ അച്ഛൻ്റെ കാറ്. വളരെ സന്തോഷത്തോടു കൂടി അവൾ ഓടി ചെല്ലുകയാണ് കാറിൻ്റെ അടുത്തേക്ക്. അയ്യോ, അച്ഛൻ്റെ കാറാണല്ലോ. അച്ഛൻ 2 ദിവസം ആയല്ലേ ഉള്ളൂ വന്നിട്ട് പോയിട്ട്. അച്ഛൻ എന്താ ഇത്രയും പെട്ടെന്ന് തിരികെ വന്നത്? അവളിങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ കാറിൽ നിന്ന് ഇറങ്ങി ചെറിയ പുഞ്ചിരിയോടുകൂടി അവളോട് ചോദിക്കുന്നുണ്ട്, മോളെ സുഖമല്ലേ? എന്താ അച്ഛ ഇത്? 2 ദിവസമല്ലേ ആയുള്ളൂ അച്ഛൻ എന്നെ കണ്ടിട്ട് പോയിട്ട്. ഇതെന്താ അച്ഛ പെട്ടെന്ന് വന്നത്? അവൾ ആ ചോദ്യം ചോദിക്കുന്നതിൻ്റെ അവസാനം ഒടുവിൽ രോഹിത്ത് കാറിൽ നിന്നും പതുക്കെ ഇറങ്ങുന്നുണ്ട്. അവനെ കണ്ടതും ഓടി അവൻ്റെ അടുത്തേക്ക് അടുക്കുകയാണ് അലീന. അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട് അലീനയെ കണ്ടപ്പോൾ. എന്താ അച്ഛാ, എന്തു പറ്റി രോഹിത്തിന്? എന്താടാ, എന്തു പറ്റി? ചേച്ചി എന്നവൻ വല്ലാതെ വിറങ്ങലോടുകൂടി അവളെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോനെ? ചേച്ചി കാണാത്തതിൻ്റെ സങ്കടമായിരുന്നോ? ചേച്ചി അവിടെ നിന്ന് പോകുന്നതിൻ്റെ സങ്കടമായിരുന്നോ? ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അവന് നിന്നെ കാണണമെന്ന് പറഞ്ഞു, നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതാ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ചെറിയ സംശയത്തോടു കൂടി അലീന ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു, ഇവിടെ വച്ച് വേണ്ട, മോൾ അവനെയും കൂട്ടി വീട്ടിനകത്തേക്ക് പോയിക്കോ, അച്ഛൻ വരാം. അങ്ങനെ രോഹിത്തിൻ്റെ കൈയും പിടിച്ച് അലീന വിശേഷങ്ങൾ ചോദിച്ച് റൂമിനകത്തേക്ക് പോവുകയാണ്. ഒന്നും തന്നെ രോഹിത്ത് സംസാരിക്കുന്നില്ല. ഔതക്കുട്ടിച്ചായൻ ബാലചന്ദ്രനോട് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അതാരാ ബാലചന്ദ്ര? അതെൻ്റെ മൂത്ത മോനാ രോഹിത്ത്. എന്താ ഇപ്പോൾ മോനെയും കൂട്ടി വരാൻ കാര്യം? 2 ദിവസം ആയല്ലേ ഉള്ളൂ അലീനയെ കാണാൻ ബാലചന്ദ്രൻ വന്നിട്ട്. പിന്നെ വീണ്ടും എന്താ ഇത്ര പെട്ടെന്ന്? അല്ല, അവന് അലീനയോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, അവളെ കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതാ. ലാലിച്ചനില്ലേ? ഇല്ല, ലാലിച്ചൻ എസ്റ്റേറ്റിലോട്ടൊന്ന് പോയിട്ടുണ്ട്, വരാൻ സമയമായി. ചായ എടുക്കാൻ പറയാം ഞാൻ അലീനയോട്. ബാലചന്ദ്രൻ ഇരിക്കെ. ശരി, ഞാൻ തൊട്ടപ്പുറത്തേക്ക് കാണും. ഔതുകുട്ടിച്ചായൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ.
എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പതുക്കെ വീടിനകത്തേക്ക് വരുന്നുണ്ട്. രോഹിത്ത് അലീനയുടെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിറഞ്ഞു തുളുമ്പുന്നുണ്ട് കണ്ണുകൾ. ആ സമയത്ത് അലീന ചോദിക്കുകയാണ്, എന്താ മോനെ, എന്തു പറ്റി നിനക്ക്? നിനക്ക് എന്തൊക്കെയോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. എന്താടാ, വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല ചേച്ചി. ആ ചേച്ചി എന്നുള്ള വിളി കേൾക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് മനസ്സിലെന്തോ വല്ലാത്ത ഒരു വിഷമവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ രോഹിത്ത് അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ്. അലീന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചിയോട് പറയാനുള്ളത്? പെട്ടെന്ന് അവൻ കൈകൾ കൂപ്പി അലീനയോട് മാപ്പ് ചോദിച്ച് അലീനയുടെ തോളിലേക്ക് ചായുന്നുണ്ട്. ചേച്ചി, എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മ പ്രസവിച്ച ആളാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അമ്മ പ്രസവിച്ച എൻ്റെ സ്വന്തം ചോര, എൻ്റെ സ്വന്തം ചേച്ചി, എനിക്കറിയില്ലായിരുന്നു ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഇത് കേൾക്കുമ്പോൾ അലീന ആകെപ്പാടെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ മോനെ, ആരാ പറഞ്ഞത്? അച്ഛൻ പറഞ്ഞു ചേച്ചി. എനിക്ക് അച്ഛനോട് കുറച്ച് ദേഷ്യമായിട്ട് സംസാരിക്കേണ്ടി വന്നു. അമ്മ എന്തൊക്കെയോ വിഷം കുത്തി നിറച്ച് തന്നു. അത് കേട്ടപ്പോൾ എനിക്കും സത്യമാണെന്ന് തോന്നി. അലീന ചേച്ചി എന്തുകൊണ്ട് ഞങ്ങൾ എവിടെ കാണാൻ കൊണ്ടുപോകുന്നില്ല? അലീന ചേച്ചി എവിടെയാണ്? ആരുടെ കൂടെയാണ് എന്നൊക്കെ ഞാൻ ചോദിച്ചു. അതിനുള്ള ഉത്തരം ഒന്നും അച്ഛൻ തന്നില്ല. അപ്പോൾ എനിക്ക് മോശമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വന്നു. വിഷമത്തോടു കൂടി, നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി അച്ഛൻ ആ സത്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു ചേച്ചി. അത് കേട്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. എൻ്റെ കൈകളാകെ വിറച്ചു. എനിക്ക് എന്തെന്നറിയാത്ത സങ്കടമായിരുന്നു ചേച്ചി. എൻ്റെ സ്വന്തം ചേച്ചിയാണല്ലോ ഞാൻ ഇത്രയധികം ദ്രോഹിച്ചത്. ഞാനും അമ്മയും ബബിതയും ആദ്യം ചേച്ചി വന്ന സമയത്ത് എന്തൊക്കെ ചെയ്തു ചേച്ചി, എനിക്കത് ആലോചിക്കാൻ കൂടെ കഴിയുന്നില്ല. ചേച്ചി കൊല്ലാൻ വരെ ശ്രമിച്ചില്ലേ? എടാ മോനെ, അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ചേച്ചി? ഞാൻ എങ്ങനെയാണ് ഈ കടങ്ങളൊക്കെ വീട്ടുക? എന്നോട് ഈശ്വരന്മാർ പോലും പൊറുക്കില്ല ചേച്ചി. എനിക്കറിയില്ല എങ്ങനെ ഞാൻ ഇതിനൊക്കെ പ്രായശ്ചിത്തം ചെയ്യുമെന്ന്. എൻ്റെ മോനെ, സ്നേഹിക്കുക. എന്തെല്ലാം തെറ്റ് ചെയ്തിരുന്നാലും നമ്മൾ മറ്റൊരാൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ അവർ പതിയെ നമ്മളെ സ്നേഹിച്ചു തുടങ്ങും. അത് തന്നെയാണ് അതിനുള്ള പ്രായശ്ചിത്തം. നീ ഇപ്പോൾ അത് ചെയ്യുന്നില്ലേ? ഞാൻ ചേച്ചിയാണെന്ന് അറിയുന്നതിന് മുന്നേ എന്നെ സ്നേഹിച്ചു തുടങ്ങിയില്ലേ? അത് തന്നെയാടാ മോനെ നീ ചെയ്ത പ്രായശ്ചിത്തം. ചേച്ചിക്ക് ആരോടും വെറുപ്പില്ല, അമ്മയോട് പോലും വെറുപ്പില്ല. എനിക്കറിയാം ചേച്ചി, ചേച്ചിക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല എന്ന്. ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയല്ലേ? അമ്മ എന്തൊക്കെ പറഞ്ഞു ചേച്ചിയോട്, മോശമായിട്ട് എന്തൊക്കെ സംസാരിച്ചു. അച്ഛനെയും കൂട്ടി വെച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം അമ്മ പറഞ്ഞില്ലേ ചേച്ചി? അതും സ്വന്തം അമ്മ. ഒരു പ്രാവശ്യം പോലും ചേച്ചിക്ക് അമ്മയോട് പറയണമെന്ന് തോന്നിയില്ലേ സ്വന്തം മകളാണെന്ന്? എടാ, എനിക്കങ്ങനെ അമ്മ പറയുമ്പോൾ സങ്കടമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ അമ്മയ്ക്കറിയില്ലല്ലോ ഞാൻ സ്വന്തം മകളാണെന്ന്. അമ്മ അറിയാതെയല്ലേടാ പറയുന്നത്. പിന്നെ എങ്ങനെ ഞാൻ അമ്മയോട് പറയും? അല്ലെങ്കിലും ഞാൻ ആ ദേഷ്യത്തിൽ അമ്മയോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ വീട്ടിലെ അവസ്ഥ? ഈ സത്യങ്ങൾ അച്ഛൻ അറിഞ്ഞു എന്നറിഞ്ഞാൽ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ? അച്ഛനെ വേണ്ടാന്ന് പറഞ്ഞ് പോയാലോ? നിങ്ങളുടെ ജീവിതം എങ്ങനെയാവും? കൃഷ്ണമോളും ബബിതയും എങ്ങനെ ജീവിക്കും? അവർക്കൊരു മാതാപിതാക്കളുടെ ഒരു സംരക്ഷണം വേണ്ടേ? 2 പെൺകുട്ടികളല്ലേ? അപ്പോൾ അതെല്ലാം ആലോചിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമം തോന്നിയാലും സാരമില്ല, അമ്മ അതങ്ങ് പറഞ്ഞോട്ടെ എന്ന് കരുതി. എന്നാലും ചേച്ചി, എന്തെല്ലാം തരത്തിൽ ഞങ്ങൾ ചേച്ചിയെ ദ്രോഹിച്ചു. അപ്പോഴെങ്കിലും ചേച്ചിക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. അവസാനം ആ പീഡന കേസിലെ പ്രതിയായിട്ട് എന്നെ കൊണ്ടുപോകുമ്പോൾ പോലും ചേച്ചി എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി. അന്ന് ചേച്ചി അവർ മണ്ണെണ്ണ വരെ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം തരണം ചെയ്ത് ചേച്ചി എന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ശരിയാണ്. പക്ഷേ ചേച്ചി മുൻകൈ എടുത്തത് കൊണ്ട് തന്നെയല്ലേ ശരണ്യ കുറ്റം സമ്മതം നടത്തിയത്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഏറ്റു പറഞ്ഞത്. അപ്പോൾ അവിടെയും ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗം ചെയ്തു. ഞാൻ എന്തെല്ലാം ചേച്ചിയെ പറഞ്ഞു. ചേച്ചിയോട് ഒരു അനിയൻ പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ? മോനെ, അതൊക്കെ നീ മറന്നേക്ക്. നീ എന്തിനാ ഇപ്പോൾ അതെല്ലാം ഇങ്ങനെ വീണ്ടും ഓർത്തെടുക്കുന്നത്? ചേച്ചിക്ക് അതിലൊന്നും യാതൊരു പ്രയോസവും ഇല്ല. എൻ്റെ മോനിപ്പോൾ ഇത്രയും നല്ല സ്വഭാവമായി മാറിയില്ലേ?
ചേച്ചിക്ക് അത് മതി. ഇനി നീ വേണം അച്ഛനെ കൂടെ നോക്കാൻ. അച്ഛന് അറിയാമല്ലോ, ഒരു ഹാർട്ട് പേഷ്യൻ്റാ. എപ്പോഴും അച്ഛനോട് ഗുസ്തി പിടിക്കരുത്. അമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടാണ് വന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് ദേഷ്യപ്പെടരുതെന്ന്. നീയും കൂടെ അവരുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേടാ മോനെ. അമ്മ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയൂ അച്ഛനോട്. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിക്കണേ. അതിനുശേഷം അലീന അവൻ്റെ തോളിൽ കൈയിട്ട് വീട് മുഴുവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ ഗാർഡനും പട്ടികളെയും പൂച്ചകളെയും പക്ഷികളെയും കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് രോഹിത് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവൻ വീണ്ടും മൗനമായി തന്നെ നടക്കുന്നുണ്ട്. അലീന ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ ചിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എടാ, ഈ നായ്ക്കുട്ടിയെ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ വന്ന സമയത്ത് ഭയങ്കരമായിരുന്നടാ. ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ അനുസരിക്കും. നീ ഈ പക്ഷികളെ നോക്കിക്കേ, എന്നെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് അവറ്റകൾക്ക്. ഇതൊന്നും കേട്ട ഭാവമേ രോഹിത് നടിക്കുന്നില്ല. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മോനെ, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു, നിനക്കൊന്നും എന്നോട് പറയാനില്ലേ? നീ എന്താടാ, നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ മൗനമായിട്ടിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ സംസാരിക്ക്. ബാ, നിനക്ക് എന്തെങ്കിലും ജോലി ചേച്ചി തരാം. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നീ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. ബാ, നമുക്ക് കിച്ചണിൽ പോവാം. പപ്പയെ ഇപ്പം വരും. നീ പപ്പയെ കണ്ടിട്ടില്ലല്ലോ. കുറച്ച് പിടിവാശക്കാരന് പാവമാ, പക്ഷേ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കൊടുക്കണം. എല്ലാം അടുക്കും ചിട്ടയോടുകൂടി ചെയ്യണം. ഒരു സമയം തെറ്റാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പട്ടാളക്കാരനല്ലേ. അതുകൊണ്ട് നമുക്ക് പപ്പ വരുന്നതിന് മുമ്പേ ഇവിടെ പിടിപ്പത് പണിയുണ്ട്. വാ, നീ എന്തെങ്കിലും കൂടെ ചേച്ചി സഹായിക്ക് എന്ന് പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അരി അടുപ്പത്തിട്ട് പലവിധ പച്ചക്കറികൾ കട്ട് ചെയ്ത് അങ്ങനെ ഓരോ ജോലികൾ തിരക്കിട്ട് ചെയ്യുന്ന അലീനയെ ദൂരെ നിന്ന് രോഹിത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൻ വീണ്ടും പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ദൂരെ നിന്ന് അത് കാണുന്ന അലീന അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ തോളിൽ കൈ പിടിച്ച് പറയുന്നുണ്ട്, മോനെ, ചേച്ചി പറഞ്ഞില്ലേ, ചേച്ചിക്ക് ഒരു വിഷമവും ഇല്ല. നീ ഇങ്ങ് വന്നേ, ചേച്ചിക്ക് കുറച്ച് ഇവിടെ പച്ചക്കറി കട്ട് ചെയ്യാനുണ്ട്. ഇച്ചിരി പച്ചക്കറിയും കട്ട് ചെയ്ത് തിരിച്ച് തേങ്ങയും ചിരണ്ടി തന്നേ. അപ്പോഴത്തേക്ക് നിൻ്റെ പ്രയാസമൊക്കെ മാറും. അങ്ങനെ അവൾ പറഞ്ഞതുപോലെ പല ജോലികളും രോഹിത് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ ചിരിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് പോയി. ഇതിനിടയ്ക്ക് ഇവരുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ വരുമ്പോൾ രോഹിത് പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ച് പൊട്ടിക്കരയുന്നത് കാണുന്ന സമയത്ത് ബാലചന്ദ്രൻ തന്നെ വിചാരിക്കുന്നുണ്ട്, വേണ്ട, അവരുടെ സങ്കടങ്ങൾ അനിയനും ചേച്ചിയും കൂടെ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞ് സ്വല്പം അങ്ങോട്ട് നീങ്ങി എവിടെയോ നോക്കി നിൽക്കുന്നു ബാലചന്ദ്രൻ. കുറേ സമയം കഴിയുമ്പോൾ അലീനയുടെ അടുത്തേക്ക് വന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, ഞങ്ങൾ പോട്ടെ, ഇപ്പോൾ വന്നിട്ട് കുറേ നേരം ആയില്ലേ? അതെന്താ അച്ഛാ അങ്ങനെ? ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാതെ പോവാനോ? വിടില്ല, ഞാൻ വിടില്ല. ഒന്നാമത് അച്ഛന് സമയത്തിന് ഭക്ഷണം കഴിക്കണം. മോളെ, അതുകൊണ്ടല്ല മോളെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയാലല്ലേ രാത്രിയെങ്കിലും അങ്ങ് എത്തൂ. ഞാൻ മെനഞ്ഞാന്ന് കൂടെ നിന്നെ കാണാൻ വന്നു. അതുപോലും ഇവിടെ ലാലിച്ചന് ഇഷ്ടപ്പെട്ടിട്ടില്ല നിൻ്റെ പപ്പയ്ക്ക്. എന്നിട്ട് വീണ്ടും വന്നു എന്നറിയുമ്പോൾ വേണ്ട മോളെ, അയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. ഒന്നാമതേ അയാളുടെ സ്വഭാവം എനിക്കിഷ്ടമല്ല. കുഴപ്പമില്ല അച്ഛാ, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോവച്ചാ, പ്ലീസ് അച്ഛാ. ശരി, നീ പറഞ്ഞത് കൊണ്ട് അച്ഛൻ ഒരു ചായ കുടിക്കാം. അങ്ങനെ വീണ്ടും അലീന അടുക്കളയിലേക്ക് ഓടി ബാലചന്ദ്രനും രോഹിത്തിനും വേണ്ടിയിട്ടുള്ള ചായ എടുക്കുന്നുണ്ട്. ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അലീന പതിയെ പതിയെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അച്ഛാ, എന്താ, എന്തോ ഉണ്ടല്ലോ കാര്യം, പറയൂ. അച്ഛാ, രോഹിത്തിനെ ഇന്നൊരു ദിവസം ഇവിടെ നിർത്തുമോ അച്ഛാ? എനിക്കൊരു കൂട്ടാവുമല്ലോ. എന്താ മോളെ ഇത്, രോഹിത്തിനെ ഇവിടെ നിർത്താനോ? ഒന്നാമതേ ലാലിച്ചന് ഞങ്ങളെ ഇഷ്ടമല്ല, എന്നിട്ട് രോഹിത്തിനെ കൂടെ ഇവിടെ നിർത്തിയാലോ? അതൊന്നും സാരമില്ല അച്ഛാ, ഞാൻ പറഞ്ഞോളാം പപ്പയോട് എൻ്റെ അനിയനാണെന്ന്. സാരമില്ല അച്ഛാ, ഒരു ദിവസത്തേക്കല്ലേ. രോഹിത്തിനെ നോക്കിയപ്പോഴും രോഹിത് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവനും സമ്മതമാണെന്ന് ബാലചന്ദ്രനും തോന്നി. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി, ഒരു ദിവസത്തേക്ക് ഇവിടെ നിർത്താം. ഞാൻ പോട്ടെ മോളെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അലീനയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഔതുക്കുട്ടിച്ചായനോടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നാ പോയിട്ട് വരട്ടെ. ഔതുക്കുട്ടായിച്ചായൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവനോ? അവനിവിടെ ഒരു ദിവസം നിൽക്കുന്നുണ്ട്, അലീനയ്ക്ക് ഒരു കൂട്ടാവട്ടെ.
അവൻ്റെ അനിയനെ ഒരു ദിവസം അവളുടെ അടുത്ത് നിർത്തണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, അവളുടെ ആഗ്രഹമല്ലേ. നാളെ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. മനസ്സില്ലാ മനസ്സോടെ ഔതുക്കുട്ടിച്ചായനും ആ ശരി എന്ന് തലയാട്ടുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പോയതിന് പിന്നാലെ തന്നെ ലാലിച്ചൻ വരുന്നുണ്ട്. ലാലിച്ചൻ വരുമ്പോൾ ആൻ്റണി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാലിച്ചൻ അത് വളരെയധികം ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ലാലിച്ചൻ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ അലീന രോഹിത്തിൻ്റെ കൈകളൊക്കെ പിടിച്ച് പല സ്ഥലങ്ങളും കാണിച്ച് ലാലിച്ചൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പപ്പ, ഇതാരാണെന്നറിയാവോ? ആ അറിയാം, ബാലചന്ദ്രൻ്റെ മൂത്ത മകനല്ലേ. അതെന്താ പപ്പ അങ്ങനെ പറഞ്ഞത്? എൻ്റെ അനിയനാ. ആ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവനല്ലേ അന്ന് പീഡന കേസിലെ ഒരു പ്രതിയായിട്ടിരുന്നത്? അത് കേൾക്കുമ്പോൾ രോഹിത്തിന് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. അവൻ പതിയെ അലീനയുടെ മുഖത്ത് നോക്കുകയാണ്. എന്താ പപ്പ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രോഹിത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവനെ വെറുതെ വിട്ടത്. ഓ ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ. ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഇവനെന്താ പോകാതിരുന്നത്? അവൻ എന്നെ കാണാൻ വന്നതല്ലേ പപ്പ. ഒരു ദിവസം അവൻ എന്നോടത്ത് ഇവിടെ നിന്നിട്ട് അവൻ നാളെ പൊയ്ക്കോളും. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് ഇവിടെ നിർത്തിയത്. ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ആയിക്കോട്ടെ, നാളെ വന്ന് കൂട്ടിക്കൊണ്ട് പോവാൻ. സ്റ്റാലിൻ ഒന്നും തന്നെ പറയാതെ അവിടെ നിന്നും തിരിച്ചുപോയി. ഇത് കാണുമ്പോൾ അലീനയ്ക്കും വല്ലാതെ സങ്കടമാവുന്നുണ്ട്. പപ്പ രോഹിത്തിനോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. സുഖമാണോ എന്ന് ചോദിച്ചില്ല. രോഹിത്തിനും വലിയ സങ്കടമായി. ചേച്ചിയുടെ പപ്പയ്ക്ക് എന്നെ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എന്താ മോനെ, പപ്പയുടെ സ്വഭാവം ഞാൻ പറഞ്ഞതല്ലേ, അങ്ങനെ തന്നെയാ. നീ വാ, നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ ആഹാരം എല്ലാം വിളമ്പി സ്റ്റാലിനും രോഹിത്തും അലീനയൊക്കെ ഇരിക്കുകയാണ്. സ്റ്റാലിൻ പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടു കൂടി ആൻ്റണിയെ വിളിക്കുന്നുണ്ട്. ആൻ്റണി, ഇവിടേക്ക് വന്നേ. ഇതെന്താ? ഞാൻ നിന്നോട് മദ്യം എടുക്കാനല്ലേ പറഞ്ഞത്? എനിക്കൊരു പെഗ് കഴിക്കണം. ആ കൊണ്ടുവരാം മുതലാളി എന്ന് പറഞ്ഞ് ആ ഊണുമേശയിൽ അവൻ മദ്യക്കുപ്പിയായിട്ട് വന്നു. അലീനയ്ക്കിത് കാണുമ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇതെന്താ ആൻ്റണി? തന്നോട് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് നല്ല ചില്ലായിട്ട് എടുക്കാനല്ലേ പറഞ്ഞത്? താൻ എന്താ കാണിക്കുന്നത് എന്ന് വലിയ ദേഷ്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രോഹിത്ത് വന്നത് പപ്പയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവിടെ നിന്നും രോഹിത്ത് ഊണ് കഴിഞ്ഞ് അലീനയോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ പൊയ്ക്കോട്ടെ, പപ്പയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമായിട്ടില്ല. എനിക്കും എന്തോ പോലെ ചേച്ചി. എന്താടാ നീ നിൽക്ക്, നീ എന്നോടൊപ്പം അല്ലേ ഇവിടെ നിൽക്കുന്നത്? ചേച്ചി ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അലീന സ്റ്റാലിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെയും മദ്യക്കുപ്പിയുമായിട്ട് ഇരിക്കുന്ന സ്റ്റാലിനെ കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ പപ്പ ഇത്? രോഹിത്ത് വന്നത് പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നല്ലോ. ആ ഇഷ്ടമായില്ല. അവനറിയാമോ നീ അവളുടെ സഹോദരിയാണെന്ന്? അല്ലാതെ ഒരു വീട്ടുവേലക്കാരിയായിട്ട് നിന്ന ഒരു പെണ്ണിനോട് ഇത്രയധികം സ്നേഹം കാണിക്കണമെങ്കിൽ അവൻ്റെ മനസ്സധികം നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ പപ്പ ഇത്? അവനത് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. അച്ഛൻ അവനോട് കാര്യങ്ങൾ പറഞ്ഞു. അതറിഞ്ഞിട്ട് അവൻ എന്നെ കാണാനുള്ള കൊതി കൊണ്ട് വന്നതാ പപ്പ. പപ്പ ഇങ്ങനെയൊന്നും സംസാരിക്കരുതേ, അവന് വലിയ വിഷമമാകും. മോളെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവരുമായിട്ട് ഇനി കൂടുതൽ അടുപ്പം വേണ്ട എന്ന്? നീ എന്താ ഈ പറഞ്ഞിട്ട് കേൾക്കാത്തത്? ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ അലീന പറയാണ്, എന്തുകൊണ്ടാ പപ്പ അങ്ങനെ പറയുന്നത്? 23 കൊല്ലം അനാഥയെ പോലെ കഴിഞ്ഞവളാ ഞാൻ. ആരോ തന്ന വസ്ത്രങ്ങൾ എടുത്ത് എവിടെയോ കിടന്നുറങ്ങിയിരുന്ന കാലം ഉണ്ടായിരുന്നു എനിക്ക്. ആരൊക്കെയോ കണ്ടുവരുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ അലീനയ്ക്ക്. അവർക്ക് ആ സമയത്തൊന്നും പപ്പ ഞങ്ങൾ അന്വേഷിച്ച് വന്നില്ലല്ലോ. അവസാനം അച്ഛൻ ഞങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് പോയപ്പോൾ സ്വന്തം അച്ഛൻ പോലും അല്ല, എന്തുമാത്രം സ്നേഹം തന്ന അയാൾ എന്നെ നോക്കിയെന്നറിയാവോ പപ്പയ്ക്ക്? അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് തീരുമാനിച്ചെങ്കിലോ? ഇപ്പോൾ പപ്പയ്ക്ക് എന്നെ കാണാൻ കഴിയുമായിരുന്നോ? 22 കൊല്ലം അനാഥയെ പോലെ ജീവിച്ചവളാ ഞാൻ. അതുകൊണ്ട് എനിക്ക് ആ ഒരു വേർതിരിവൊന്നും കാണിക്കാൻ കഴിയില്ല പപ്പ. പപ്പയുടെ പണമോ സൗഭാഗ്യങ്ങളോ വീടോ ഒന്നും എനിക്ക് വേണ്ട. അത് കണ്ടിട്ടുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് വേണമെങ്കിൽ എനിക്ക് അവിടെ തന്നെ കഴിയാമായിരുന്നു. എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. നിങ്ങളെ കാണേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ കൂടെ താമസിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അലീന പൊട്ടിത്തെറിച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് ഈ വാക്കുകൾ പറയുമ്പോൾ ഒരു ഉത്തരവും പറയാനില്ലാതെ സ്റ്റാലിൻ തലകുനിച്ച് നിൽക്കുന്നുണ്ട്. ഔതക്കുട്ടിച്ചായൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ സ്റ്റാലിൻ പൊട്ടിത്തെറിക്കും, അലീനെ ഇവിടെ നിന്ന് പുറത്താക്കും, ഇല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ഗ്ലാസ് എടുത്ത് എവിടെയെങ്കിലും എറിയും. അതാണ് സ്റ്റാലിൻ്റെ സ്വഭാവം. ഒന്നും പറയാൻ പറ്റാതെ മൗനമായി നിൽക്കുന്ന സ്റ്റാലിനെ കാണുമ്പോൾ ഔതക്കുട്ടിച്ചായനും അതിശയത്തോടു കൂടി നിൽക്കുകയാണ്. ഞാൻ പോകുന്നു പപ്പ,
എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടുകൂടി അലീന പുറത്തേക്ക് പോകുന്നുണ്ട്. തലയാട്ടി സ്റ്റാലിൻ സമ്മതം കൊള്ളുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മഴതോരും മുമ്പയുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.